നമ്മുടെ ബോധതലത്തിന് രണ്ട് ഭാഗമുണ്ട്, ഡുവൽ പൊളാരിറ്റി ഉണ്ട്. അതിൽ മാസ്കുലിൻ പൊളാരിറ്റി നമുക്ക് ജീവിതത്തിന് വേണ്ട സുഖസൗകര്യങ്ങളോടുള്ള ഇൻറ്റൻഷനിലാണ് പ്രവർത്തിക്കുക. ഈ പറയുന്ന പോലെ ജോലി കാര്യങ്ങൾ ബാക്കി നമ്മളെ ലൈഫിൽ ഗോൾസ് സെറ്റ് ചെയ്യുന്നത് മാസ്കുലിൻ കോൺഷ്യസ് ആയിരിക്കും. ഗോൾസ് സെറ്റ് ചെയ്തിട്ട് ഞാൻ അതാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും ഒരു അറ്റത്ത്. സെയിം അതിൻ്റെ ബൈപൊളാറാണ് ആര്, ഫെമിനിൻ കോൺഷ്യസ്നെസ്. ഈ ഫെമിനൈൻ കോൺഷ്യസ്നെസ് കൺസിസ്റ്റ് ഓഫ് എനർജി. എന്താണോ എൻ്റെ ബോധമണ്ഡലത്തിൽ എൻ്റെ ലക്ഷ്യങ്ങളായി സ്വപ്നങ്ങളായി വന്നത്, ആ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത് ഈ ഫെമിനൈൻ കോൺഷ്യസ് ആണ്. എൻ്റെ ബോധത്തിൽ ഈ ഫെമിനൈൻ കോൺഷ്യസിന് തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട്, ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് ഇതിൻ്റെ എനർജി. ഇപ്പോൾ ഉദാഹരണം നവദുർഗയെ എടുത്തു നോക്കിയാൽ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഓർഡർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ശൈലപുത്രി എന്നുള്ളത് ആദ്യത്തെ ബേസ് എനർജിയാണ്. സയൻസിൻ്റെ ഭാഷയിൽ നമ്മൾ ഇതിനെ നോക്കിക്കണ്ടാൽ, അല്ലെങ്കിൽ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കണ്ടാൽ, ഇറ്റ് ഈസ് നത്തിങ് ലെസ് ദാൻ ദ തെർമൽ എനർജി, ദ ഹീറ്റ് എനർജി. അത് നമ്മുടെ ഉള്ളിലുള്ള, ഇപ്പോൾ പ്രപഞ്ചത്തിൽ നോക്കിയാൽ തന്നെ ഏത് സൃഷ്ടിക്കും ബേസ് എനർജി ഈസ് ഹീറ്റ് എനർജി, തെർമൽ എനർജി. പ്രപഞ്ചം ഉണ്ടായതുപോലും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരശക്തി പോലും, ഇപ്പോൾ സൂര്യൻ പോലും അതിൻ്റെ ബേസ് എനർജി തെർമലാണ്. ഇൻറ്റിമസി ആയിട്ട് പെരുമാറുന്ന സമയങ്ങളിൽ എൻ്റെ ബോഡി ഹീറ്റപ്പ് ആവും. എല്ലാ സൃഷ്ടിയുടെയും അടിസ്ഥാന കാരകത്വം ഈ ഹീറ്റ് അല്ലെങ്കിൽ തെർമൽ എനർജിയാണ്. ഇതിനെ നമ്മുടെ ഋഷീശ്വരന്മാർ പേരിട്ടതാണ് ശൈലപുത്രി.